ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി കുറച്ച് കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചേക്കാം. ഒന്നാമത്തെ രേണുവിൻ്റെ വിഷയം ചിലപ്പോൾ ചോദിച്ചേക്കാം. രണ്ടാമതായിട്ട് കിച്ചൺ ടീമിൻ്റെ കാര്യവും ലാലേട്ടൻ ചോദിച്ചേക്കാം. അനുവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കറി ഉണ്ടാക്കിയിട്ട് ആ വീട്ടിലെ എല്ലാവർക്കും തന്നെ ഭക്ഷണം താമസിച്ചാണ് കിട്ടിയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 12 മണിക്കാണ് കിട്ടിയത്. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നു. ബാക്കി ആരെയും കിച്ചൺ ഏരിയയിലേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു കംപ്ലയിൻറ്റ് അതിലേക്ക് ഇറങ്ങി നടപ്പുണ്ട് വീട്ടിൽ. അപ്പോൾ അത് ചിലപ്പോൾ ലാലേട്ടൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചേക്കാം. എന്താണ് അനു, ബാക്കി ആരെയും കിച്ചണിൽ കയറ്റുന്നില്ലേ, എന്താ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ലാലേട്ടൻ ചോദിച്ചേക്കാം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അനുമോള് ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരുന്നു. അത് അനു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നെറ്റിയിലൂടെ ഇങ്ങനെ പെയിൻ ഇങ്ങനെ അരിച്ചരിച്ച് ഇറങ്ങി വരുക എന്ന് പറഞ്ഞത് രേണുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്നു ആ ഒരു അനുമോള് പറഞ്ഞ ആ ഒരു കാര്യം കേട്ട ശേഷം. രേണു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു രേണുവിനെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വീട്ടിൽ വേറെ ആരും നെറ്റിയിലൂടെ ഒന്നും പെയിൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ടില്ല. അനുമോൾ അത്രയും ആക്ഷൻ കാണിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് രേണു അവിടെ നിറച്ച് പ്രശ്നമുണ്ടാക്കിയതും കിടന്ന് കരഞ്ഞതും. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണലി വളരെ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ചിലപ്പോൾ ആ ഒരു വിഷയം എടുത്ത് ചോദിച്ചേക്കാം. പക്ഷേ അനു പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. വെറുതെ രേണുവിന് ഒരു സമാധാനം എന്ന രീതിയിൽ ചിലപ്പോൾ ചോദിച്ചു വിട്ടേക്കാം.